ഹലോ. അങ്ങനെ ബെഞ്ചേട്ടൻ ഇന്ന് വർക്കലയിലോട്ട് തിരിച്ചു പോവുകയാണ്, ഞങ്ങളെ ട്രിവാൻഡ്രത്താക്കിയിട്ട്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്നും പോകുന്നില്ല. പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ മഴയായിരുന്നു. അതുമാത്രമല്ല, എനിക്കും വാമിക്കും കൂടെ ആറ്റുകാൽ പോകണമായിരുന്നു. ആറ്റുകാൽ ഒരു നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അച്ഛൻ പറഞ്ഞെങ്കിൽ ബെഞ്ചേട്ടനെ തമ്പാനൂരാക്കിയിട്ട് തിരിച്ച് നമുക്ക് ആറ്റുകാൽ പോയി തൊഴുതിട്ട് വരാമെന്ന്. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ബിബിൻ ചേട്ടനെ ഞങ്ങൾ തമ്പാനൂർ ആക്കി. എൻ്റെ പുത്രി ഇപ്പോൾ ബിബിൻ ചേട്ടനിൽ ഭയങ്കര അഡിക്റ്റാണ്. അച്ഛൻ പോയതിൻ്റെ വിഷമമാണ്. തിരിഞ്ഞ് നോക്കുകയാണ് ആശാത്തി. അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റാത്തതിലും ആശാത്തിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ചേട്ടന് പോയല്ലേ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു, ബിബിൻ ചേട്ടൻ പോയി, അച്ഛൻ നാളെ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ഇത്തിരി ഓക്കെ ആയത്. അങ്ങനെ നമ്മളിത് ആറ്റുകാലെത്തി ഞങ്ങൾ പിന്നെ അമ്പലത്തിലോട്ട് പോവാണ്. ആദ്യം ഞാനും മാമിയും പോയി, പിന്നെയാണ് അച്ഛൻ വന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. മാമിക്കൊരു കാല് വെക്കാനുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി. അത് കഴിഞ്ഞ് അച്ഛനും മാമിയും കൂടെ ഫുൾ അവിടെ കളിയായിരുന്നു. അങ്ങനെ ഇതാ അമ്പലത്തിലോട്ട് കയറി. അമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല. ഞങ്ങൾ തൊഴുതിറങ്ങി. മാമിക്ക് അരവണ പായസം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പായസമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങുവാണ്. തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ പോയി. പക്ഷേ മാമി ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു. ചേട്ടൻ പോയതിൽ അവൾക്ക് കൂടെ പോകാൻ പറ്റാത്തതിലും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ സഹിച്ചേ പറ്റുള്ളൂ. ഉടനെ തന്നെ തിരിച്ച് നമുക്ക് വർക്കലയിലോട്ട് പോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾക്കൊരു വടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.